ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ തരുവാണ്. ഞാൻ ഫുള്ളി വർക്കൗട്ട് ചെയ്യുന്നില്ല, കാരണം ലാസ്റ്റ് വീഡിയോസിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഹൗ ടു സോൾവ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ either by using factorization or by applying quadratic formula. ആ പാട്ട് നിങ്ങൾ തന്നെ ചെയ്തോണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² - 11x + 30 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമാറ്റിൽ തന്നെ കിടക്കുന്നതാണല്ലോ. ഈ തന്നിരിക്കുന്ന ഇതൊരു ഇക്വേഷനാണെന്ന് മനസ്സിലായി. ഈ ഇക്വേഷനിൽ ഹയസ്റ്റ് പവർ 2 ആണെന്ന് മനസ്സിലായി, അതായത് അൺനോൺ ക്വാണ്ടിറ്റിയുടെ പവർ 2 ആണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ there can be 2 possible solution. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, അതായത് ഫാക്ടറൈസേഷൻ ആണെങ്കിൽ ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോമുല ഉപയോഗിക്കുക. പിന്നീട് ഓർക്കേണ്ട കാര്യം, ഫാക്ടറൈസേഷൻ എല്ലാ ക്വസ്റ്റ്യനിലും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. കാരണം നിങ്ങൾക്ക് സം ഓഫ് ഇൻറ്റിജേഴ്സ്, പിന്നീട് ആ സമ്മിൻ്റെ പ്രോഡക്റ്റ് സി ആയിട്ട് കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഫാക്ടറൈസേഷനെക്കാട്ടി കുറച്ചും കൂടെ ആപ്ലിക്കബിളായിട്ട് വരുന്നത് ക്വാഡ്രാറ്റിക് ഫോമുലയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ x² - 2x = 48. ഇങ്ങനെയാണ് തന്നെ ഇതിനെ സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോമാറ്റിൽ കിടക്കുമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ ആ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷന് വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇറ്റ്സ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേറ്റഡ് ടു 0. ഇവിടെ 0-യിലല്ലല്ലോ, അപ്പോൾ ആ ഫോമാറ്റിലോട്ട് ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, x² - 2x, ഈ 48നെ ഇനി ഇപ്പുറം കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും, -48 = 0. ഇപ്പോൾ എന്തായി, ഒരു ക്വാഡ്രാറ്റിക് ഫോം ആയില്ലേ. ഇനി നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫോമുല യൂസ് ചെയ്തുകൊണ്ടോ സോൾവ് ചെയ്ത് എക്സിൻ്റെ 2 പോസിബിൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അത് തന്നെ സോൾവ് ചെയ്തോണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 750 = x × 55 - x. ഇതും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമുല അല്ല കിടക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണം, to solve this using quadratic equation you need to convert it into a standard form. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. 750 = ആദ്യം ഇതിൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും, x × 55 will be 55x, then x × -x will be -x². ഇനി ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലാണെങ്കിൽ 0-ലോട്ട് വരണം. അപ്പോൾ 0 = ഈ x² ആദ്യം എഴുതി x²x അങ്ങനെയാണ് ഞാൻ എഴുതി പോകുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് വരണമെങ്കിൽ ആ രീതിയിലല്ലേ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ വരും, -x² + 55x, ദെൻ 750 ഇപ്പുറം കൊണ്ടുവരുമ്പോഴത്തേക്ക് -750. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലായി കഴിഞ്ഞു. അതായത് ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ്റെ അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണെന്ന് മനസ്സിലായി. ഇനി ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ചെയ്യണം. ഇവിടെ x² എന്ന് പറയുന്നതിൻ്റെ കോയിഫിഷ്യൻറ്റ് നെഗറ്റീവിൽ കിടക്കുമല്ലേ, അതൊന്ന് മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡ്സിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0യെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0 തന്നെ ആണല്ലോ. പിന്നീട് ഇത് x²നെ -x²നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x², ദെൻ പോസിറ്റീവ് x² ആവും. ഇതെന്താവും, 55നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -55x ആവും. -70നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പോസിറ്റീവ് 750. അത് ആ സിമ്പിൾ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അത് മറക്കാതെ ഒന്ന് ചെയ്തേക്കണേ. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലായല്ലോ. x² - 50 0 = x² - 55x + 50. ഇനി നിങ്ങൾ ഈ സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ സോൾവ് ഇറ്റ് either യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തഡ് ഓർ ബൈ അപ്ലൈങ് ക്വാഡ്രാറ്റിക് ഫോമുല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2x² - 8x + 7 = 0. It's already in the standard form. You can just solve it either by using factorization method or by using quadratic formula. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, തന്നെ ചെയ്യുക. ഇനി അടുത്തത് 2x × 2 - 3x = -5. ഇത് ക്വാഡ്രാറ്റിക് ഫോമുല അല്ലല്ലോ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺവേർട്ട് ഇറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫോം. എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആദ്യം ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക. 2x × 2 gives you 4x. Then 2x × -3x gives you -6x². കാരണം 2x × -3x അല്ലേ, അതാണ് 6x². പിന്നീട് എന്ത് ചെയ്യണം, ഈ -5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും +5 ആവും, = 0. ഇറ്റ്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മീൻസ് എ പോളിനോമിയൽ which should be equated to second degree polynomial which should be equated to 0. അതുകൊണ്ടാണ് =0 എന്നാക്കി. ഇനി സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരിക. ആദ്യം എന്ത് എഴുതണം, x² എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ -6x², ദെൻ +4x, ദെൻ +5 = 0. പിന്നീട്
ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായി, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവിൽ കിടക്കുമല്ലേ, അപ്പോൾ അതിനെ പോസിറ്റീവിലാക്കുന്നതാണ് നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് സൗകര്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് അതിനെ ആ സിമ്പിളിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം 6x² പോസിറ്റീവ് 4x എന്താവും, -4x ആവും. പോസിറ്റീവ് 5 വിൽ ബിക്കം -5 ഈക്വൽസ് 0 ഇൻറ്റു -1 വിൽ ബി 0. അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായി. നോ യു ക്യാൻ സോൾവ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2x² - 12x + 5 = 0. ദിസ് ഇസ് ഓൾറെഡി ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം, സോ യു ക്യാൻ സോൾവ് ഇറ്റ്. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇതെല്ലാം തന്നെ സോൾവ് ചെയ്യാനേ ഞാൻ ഈ സൊല്യൂഷൻ പറയുന്നില്ല. നിങ്ങൾക്ക് അഥവാ സോൾവ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ കൊണ്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിർത്തുവാണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സോൾവ് √3x - 5 = x - 3. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കൺവേർട്ട് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലല്ലല്ലോ, എങ്ങനെയാണ് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു സൈഡിൽ √3x - 5ഉം അതർ സൈഡിൽ x - 3 എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരണമെങ്കിൽ റിമൂവ് ദി സ്ക്വയർ റൂട്ട്. ആ 3x - 5യുടെ സ്ക്വയർ റൂട്ട് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുവാണ്. സ്ക്വയർ ചെയ്യുന്നതിൻ്റെ മീനിങ് എന്താ, √3x - 5 സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും, 3x - 5 എന്ന് മാത്രമാവും. ഈക്വൽസ് x - 3 എന്ന് പറഞ്ഞ സൈഡ് സ്ക്വയർ ചെയ്യുമ്പം ⁻²2 ആവും. x - 3 ദ ഹോൾ ⁻²2. ഇതാണ് സ്ക്വയറിംഗ് എന്ന് പറയുന്നത്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്തെടുത്ത് ഒരു സൈഡിൻ്റെ സ്ക്വയർ റൂട്ട് റിമൂവ് ചെയ്ത് മറ്റേ സൈഡിൽ സ്ക്വയർ ചെയ്ത്. ഇനി ഇപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലെത്തിയില്ല. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണമെങ്കിൽ എന്ത് ചെയ്യും, 3x - 5 സംവോട്ട് ഓക്കെയാണ്. പക്ഷേ x - 3 ദ ഹോൾ സ്ക്വയറിനെ എന്ത് ചെയ്യും, ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള a - b ദ ഹോൾ സ്ക്വയർ ഫോമുല വെച്ച് ആ രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തെടുക്കുക. a - b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, a² - 2ab + b². അതായത് x - 3 എന്ന് പറഞ്ഞ പോർഷനെ അങ്ങനെ ചെയ്തെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും, x - 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് x² - 6x + 9 എന്നുള്ള ഫോമിൽ വരും. ഇനി നമുക്ക് നമ്മുടെ ഈ സ്റ്റെപ്പിലോട്ട് അപ്ലൈ ചെയ്യാം. ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് നിന്നത്, 3x - 5 എന്നല്ലേ. അപ്പോൾ അതേപോലെ 3x - 5 ഈക്വൽസ് x - 3 ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തെടുത്തപ്പോൾ എന്താ കിട്ടിയത്, x² - 6x + 9. ഇനി സ്റ്റാൻഡേർഡ് ഇപ്പം ഇവിടെ x² ആയി ഹയസ്റ്റ് കോയിഫിഷ്യൻറ്റ് x എന്ന് പറയുന്ന വേരിയബിളാണ്. അതിൻ്റെ ഹയസ്റ്റ് കോയിഫിഷ്യൻറ്റ് ഹയസ്റ്റ് സ്ക്വയർ 2 ആണ്. x എന്ന് പറയുന്ന അൺനോൺ ക്വാണ്ടിറ്റിയുടെ പവർ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് അറേഞ്ച് ചെയ്യാം അതിനെ. 0 ഈക്വൽസ് ആദ്യം x² കൊണ്ടുവന്നു, പിന്നീട് -6x, പിന്നീട് +9, പിന്നീട് ഈ 3xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. സോ ഇറ്റ് ബിക്കെയിം -3x. പിന്നീട് ഈ -5നെ അതർ സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ +5. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ എടുക്കുക. 0 ഈക്വൽസ് x² അതുപോലെ എഴുതുക. പിന്നീട് -6 -3x -6x -3x gives you -9x. Then +9 + 5 gives you +14. So the equation came to 0 equals x² - 9x + 14. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായാലോ. ഇനി നിങ്ങൾക്ക് സോൾവ് ചെയ്യാം ഒന്നിൽ ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോമുല യൂസ് ചെയ്ത്. അപ്പോൾ ഇതും ഒന്ന് പഠിച്ചോണം. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നിങ്ങൾ 10th-ലും 12th-ലും ഒക്കെ പഠിച്ചിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഇത്രയും സൊല്യൂഷൻ, ഈ 7 പ്രോബ്ലംസും തന്നെ വർക്കൗട്ട് ചെയ്ത് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓർത്തിരിക്കേണ്ട കാര്യം, ദർ ക്യാൻ ബി 2 പോസിബിൾ സൊല്യൂഷൻ ഫോർ ദിസ് അൺനോൺ ക്വാണ്ടിറ്റി. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും. ക്വാഡ്ര മീൻസ് 2. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ഇതിനെ സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു.